ദിവസവും ബെഡ്റൂമില് ഭാര്യയെ ഫിസിക്കലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭർത്താവ്. അവൾക്ക് തീരെ താല്പര്യമില്ലാതെ പോലും അവളായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാണ്. പക്ഷെ അവള് വേറെ ഒരു പയ്യനെ ലവ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഭർത്താവ് അവളെ കൊന്നു കളയുന്നുമുണ്ട്. പക്ഷെ ആക്ച്വലി ഇതൊന്നല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം വേണ്ട, അത് പറയുന്നില്ല. ഇതെല്ലാം ഒരു സ്റ്റോറിയാണെന്ന് മാത്രം മനസ്സിലാക്കാം. എന്തായാലും സസ്പെൻസ് പൊളിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ വീഡിയോക്ക് ലൈക്ക് കുറവായതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പോലും ഇതിന് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്ലീസ് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കാൻ കാർത്തിക് അവന്റെ ഭാര്യയെ കൊന്ന് വലിച്ചഴിച്ച് എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും ഈ ഒരു ശബ്ദം കേട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസുകാരൻ സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ആയിട്ടുള്ള ലേഡി എല്ലാം വ്യക്തമായിട്ട് തന്നെ അന്വേഷിക്കുകയാണ്. ചുറ്റുപാടുള്ളവരോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാർത്തിക്കിനെ കുറിച്ച് എന്തെല്ലാമോ അവര് പറയുന്നുണ്ട്. ഇപ്പൊ നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. കാർത്തിക് നേഹയെ വിവാഹം ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി നേഹയായിട്ട് കാർത്തിക് ഒന്നായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മുഖം കണ്ടാലേ അറിയാം അവൾക്ക് ഇതിൽ തീരെ താല്പര്യമില്ലാന്ന്. കാർത്തിക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നേഹ അവന്റെ മുഖത്ത് പോലും ഒന്നും നോക്കുന്നില്ല. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കാർത്തിക്കും അവളുടെ മുഖം തിരിച്ചു വെച്ച് അവന്റെ മുഖത്തോട് നോക്കി നിൽക്കാനായി പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കാർത്തിക്കും സിഗരറ്റ് വലിച്ച് ആ പുക അവളുടെ മുഖത്തേക്കായി ഊതിവിടാണ്. അവൾ ഇത് ഒരു തരി പോലും താല്പര്യമില്ലാതെ വിഷമിച്ചിട്ടാണ് കിടക്കുന്നത്. നേഹ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അവൾക്ക് ആർട്സ് ഒക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള പ്രിയ അവളോട് കുറച്ച് പൈസ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇതും ഇല്ലാതെ അവൾ ആ ഒരു പൈസ കൊടുക്കുന്നുമുണ്ട്. പ്രിയ അവളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നേഹയോട് പറയുന്നുണ്ടെങ്കിലും നേഹ അവളുടെ ബുദ്ധിമുട്ടൊന്നും പറയാതെ ഒരു ചിരിയിൽ ഒതുക്ക മാത്രമാണ് ചെയ്യാറ്. കാർത്തിക് ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. ആ കമ്പ്യൂട്ടറിൽ നേഹയുടെ ഫോട്ടോ വാൾപേപ്പർ ഇട്ടിട്ട് അതിൽ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് വൃത്തിയായിട്ട രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയ മാനേജർ അവനെ വിളിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഒരു കാര്യവും നിനക്ക് അറിയൂല, ഒരു ജോലി നീ കൃത്യമായിട്ട് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് നിന്നെ ഇവിടെ ജോലിക്ക് വെക്കുന്നതെന്ന് ആ മാനേജർ കാർത്തിക്കിനോട് ചോദിക്കുമ്പോൾ അവന്റെ ഫോണിൽ കാർത്തിക് ഒരു വീഡിയോ മാനേജർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ മാനേജറും വേറൊരു എംപ്ലോയിയും തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ പുറത്തു വിടുന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവന് ജോലിയിൽ നിന്ന് പുറത്താക്കാതെ അവൻ എങ്ങനെയോ അവിടെ തന്നെ പിടിച്ചു നിൽക്കാണ്. കാർത്തിക് അന്ന് രാത്രി ബാറിൽ പോയി അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പെണ്ണ് വന്ന് അവനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന പെണ്ണ്. എന്നാൽ കാർത്തിക്കിന് നല്ല ദേഷ്യം വന്നിട്ട് അവൾ കിട്ടുമെന്ന് കൊടുക്കുന്നുണ്ട്. കൂടുള്ള ഒരു കൂട്ടുകാരൻ ഭാര്യയോടുള്ള ഫ്രസ്ട്രേഷൻ ആണ് നീ ഇവിടെ തീർക്കുന്നതെന്ന് പറഞ്ഞത് കാർത്തിക്കിന് അത്രക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ടിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് കാർത്തിക് പോകുന്ന നേരത്ത് എന്റെ ഭാര്യയെ കുറിച്ച് ഇവിടെ ഒന്നും പറയരുതെന്നും നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ്, ഞാനൊരു ഓണസ്റ്റ് ഭർത്താവാണെന്നും പറഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭാര്യയോട് എന്തോ വലിയ സിൻസിയറിറ്റി ഉള്ളത് പോലെ. കാർത്തികിന്റെ തലയിൽ ആ ഫൈറ്റ് ചെയ്തപ്പോ അടി കൊണ്ടിട്ടുണ്ടായിരുന്നു, ചോര വരുന്നുണ്ടായിരുന്നു. കാർത്തിക് വന്ന് ബെല്ലടിക്കുന്നുണ്ടെങ്കിലും നേഹ എന്തോ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് പോയി കഥക് തുറക്കുന്നില്ല. വീട്ടിലെ വേലക്കാരിയാണ് പോയി കഥക് തുറക്കുന്നത്. നേഹ അവനെ ഒന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. അവനപ്പോ ഐസ് ബാഗ് എടുത്ത് കൊണ്ടുവരാനായി നേഹയോട് ആവശ്യപ്പെടുന്നുണ്ട്. അവളും അത് കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. ആ സമയത്ത് വേലക്കാരി അവിടേക്ക് ഐസ് ബാഗ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവനക്ക് പക്ഷെ വേലക്കാരി കൊണ്ടുവന്ന് കൊടുത്തത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നേഹയോട് പിന്നെ എക്സ്ട്രാ എടുത്ത് തരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും അത് മൈൻഡ് ചെയ്യുന്നില്ല. എക്സ്ട്രാ നീ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ എന്റെ കൂടെ കിടക്കണ്ട, ഒറ്റക്ക് നിന്റെ റൂമിൽ നീ കിടന്നോളാൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് നേഹ എക്സ്ട്രാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക്കും പിന്നാലെ വന്നിട്ട് ഒരു ഭർത്താവായ എന്റെ കൂടെ കിടക്കാൻ പറ്റില്ല നിനക്കല്ലേ, എന്റെ കൂടെ കിടക്കണ്ടെന്ന് പറയുമ്പോഴാണ് നിനക്ക് സന്തോഷമല്ലേ, അത് എന്തുകൊണ്ടാ നീ അവനെ തന്നെ ഇപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ അവളുടെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഓൾറെഡി നേഹ ഗൗതം ടാറ്റോ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മുൻ കാമുകനായിരുന്നു ഗൗതം. ആ ഒരു ഗൗതം എഴുതിയ പേരിലേക്ക് കാർത്തിക് സിഗരറ്റ് കുറ്റി കൊണ്ട് കുത്തുന്നുണ്ട്. വേദന കൊണ്ട് നേഹയും ഒരുപാട് കരയുന്നുണ്ട്. ഒരു സിഗരറ്റ് കുറ്റിയോട് മാത്രമല്ല അവൻ കുത്തിയിരിക്കുന്നത്, ഇതിനു മുന്നേ അവളുടെ കൈ കണ്ടാൽ അറിയാം അവൻ ഒരുപാട് അവളുടെ കയ്യിൽ കുത്തിയിട്ടുണ്ടെന്ന്. അത് ഈ ഒരു ഗൗതം എന്നുള്ള പേരിന് മാത്രം. ഇപ്പോഴാണ് ഗൗതം ആരാണെന്ന് കാണിക്കുന്നത്. നേഹയും ഗൗതമും ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരൊന്നിച്ചാണ് സ്കൂളിലേക്ക് പോവാ. ഇവരപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലാണ് താമസിക്കുന്നത്. നേഹയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവളുടെ അമ്മാമയാണ് ഇപ്പൊ അവളെ നോക്കുന്നത്. ഗൗതമിന്റെ വീട്ടിൽ ഒരു അച്ഛൻ, അമ്മ, പെങ്ങളാണ് ഉള്ളത്. ഗൗതമിന്റെ വീട്ടിലുള്ളവർ
അവരെ ഒക്കെ ആയിട്ട് നേഹ നല്ല കമ്പനിയാണ്. അവരങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാട്ടിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് നേഹ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ട് അവള് റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ദേഷ്യത്തില് കാർത്തിക് ആ വേലക്കാരിയെ പോയി കുനിച്ചു നിർത്തി ഇടിക്കുന്നുണ്ട്. വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൂടെ എന്റെ നേഹക്ക് സ്കൂളിൽ പോകേണ്ടതെന്ന് അറിയില്ലേന്നെല്ലാം ചോദിക്കുകയാണ്. നേഹ ഇത് കണ്ട് പേടിച്ചിരിക്കുകയാണ്. ദോശ തിന്നാനായിട്ട് കാർത്തിക് പറയുന്നുണ്ടെങ്കിൽ അവള് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വേലക്കാരിക്ക് ചീത്ത കേൾക്കുന്നുണ്ട്. വേലക്കാരിക്ക് ഇനിയും ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെടാത്ത ആ ഒരു ദോശ നേഹ ഇരുന്ന് കഴിക്കാണ്. ഗൗതം അപ്പോ വൈകുന്നേരം ഞാൻ വരുമ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട ലഡു വാങ്ങി കൊണ്ടുവരാന്നും പറയുന്നുണ്ട്. അങ്ങനെ നേഹ പോകുന്ന വഴിക്ക് ഗൗതം പിന്നാലെ ചെന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ അവന്റെ കാറിലേക്ക് അവളെ കയറ്റുന്നുണ്ട്. കാറിലുള്ള സമയത്തും അവള് ഒരുമാതിരി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും വൃത്തികെട്ട രീതിയിൽ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ സ്കൂളിൽ എത്തുന്നുണ്ട്. അവള് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയതും ഗൗതം പെട്ടെന്ന് തന്നെ ഡോർ അടച്ചിട്ട് അവളായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാണ്. അത് അവൾക്ക് ഇഷ്ടമില്ലാതെ തന്നെ ആ ഒരു കാറിൽ വെച്ചിട്ട് അവള് വേദനയോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പീരീഡ്സ് ആയതുകൊണ്ടാണോ എന്തോന്നറിയില്ല. അവള് വേഗം ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള പ്രിയ ഇത് കണ്ട് അവളുടെ പിന്നാലെ പോകാണ്. ടോയ്ലറ്റിൽ ഇരുന്ന് നേഹ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവള് ടിഷ്യൂ പേപ്പറിൽ ഒരുപാട് ബ്ലഡ് എല്ലാം തുടച്ചിട്ടിരുന്നു. പ്രിയ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുമുണ്ട്. എന്നാലും പ്രിയയോട് കറക്റ്റ് ആയിട്ട് എന്താ കാര്യം എന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാർത്തിക് എല്ലാ ദിവസവും എന്നെ നരകം കാട്ടിക്കൊണ്ടിരിക്കാന്ന് മാത്രമാണ് അവള് പറയുന്നത്. വീട്ടിൽ വന്ന നേഹയും കഥക് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. കാർത്തിക് വന്നിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവാണ്. അവള് കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് ബാക്കി ഗൗതമിന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. ഒരു ദിവസം നേഹയുടെ അമ്മാമ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേഹ സിറ്റിയിലേക്ക് അവളുടെ അമ്മാവിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. ഗൗതമിനോട് യാത്ര പറയുന്നുണ്ട്. വലുതായിട്ട് ഗൗതം നേഹയെ കാണാനായിട്ട് വരാമെന്ന് വാക്ക് പറയാണ്. അമ്മാവൻ അങ്ങനെ അവളെയും കൊണ്ട് അമ്മാവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ ആ ഒരു വീടെല്ലാം ചുറ്റി കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേഹ വലുതായതിനു ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോഴും അവൾക്ക് ഗൗതമിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അവള് ലൈൻ ഫോണില് പുറത്തു വന്ന് ഗൗതമിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഗൗതം ഇടക്കിടക്ക് അവളെ കാണാനായിട്ട് വരാറുണ്ടായിരുന്നു. ഒരു ദിവസം കോളേജിൽ പോകുന്ന നേഹയുടെ അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് ഗൗതം വരുന്നുണ്ട്. ഇനി മുതൽ അവൻ ഈ ഒരു സിറ്റിയിലാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും അച്ഛന് എന്തോ ഒരു വയ്യായി വന്നു, ആ സമയത്ത് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് നേഹയെ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഗൗതം അവളെ കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരായിട്ട് നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതമും നേഹയും നല്ല സന്തോഷത്തോടുകൂടി ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായിരുന്നു. ആ ഒരു അവസരത്തിൽ തന്നെയാണ് നേഹ അവളുടെ കയ്യില് നേഹ ഗൗതം പച്ച കുത്തിയത് വരെ. അന്ന് രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നേഹയെ ഗൗതം വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് നേഹ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോലി കഴിഞ്ഞ് കാർത്തിക് എത്തുന്നുണ്ട്. നേഹ ഉറങ്ങുന്നത് കണ്ട് അവനും സൈലന്റ് ആയിട്ട് പോയി ഒരു ചെയർ എടുത്ത് അവിടെ ഇരുന്ന് നേഹയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിക്ക് എപ്പോഴും അവളെ ഒരു കാമനോട്ടം മാത്രമാണ്. അവന്റെ വിചാരം ലവ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണെന്നാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ട് തന്നെ ആ ഒരു മണം കിട്ടിയ നേഹ പേടിച്ച് എണീക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് തിന്നാനായി അവന് ലഡു വാങ്ങി കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവൾ അത് വേണ്ട വെറുതെ തട്ടിക്കളയാണ്. ദേഷ്യം വന്ന ഗൗതമും അത് താഴത്തിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. എന്റെ സ്നേഹം നീ എന്താ മനസ്സിലാക്കാത്തേന്ന് അവൻ ഭയങ്കര വേദനയോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അപ്പോഴും ഞാൻ ഗൗതമിനെ മാത്രം ലവ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാണ്. നീ മരിച്ചാൽ പോലും എന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും വരില്ല എന്ന് നേഹ പറഞ്ഞതും അത് ഗൗതമിന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. അവൻ കുപ്പിയെല്ലാം എടുത്ത് അവന്റെ തലക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബ്ലഡ് വരുന്നത് കണ്ട നേഹ തല കറങ്ങി അവിടെ വീഴുന്നുണ്ട്. ഇപ്പൊ വേഗം തന്നെ പേടിച്ചു പോയ കാർത്തിക്കും ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവൾക്ക് എന്തോ BP അടിച്ചു കയറി തല കറങ്ങിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ അവന്റെ തലയിൽ പരട്ടാനുള്ള മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനും എഴുതി കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് നേഹ എഴുന്നേറ്റ് നോക്കുമ്പോ ശവങ്ങളെല്ലാം കത്തിക്കൂലേ, അതിനുവേണ്ടി ഗൗതം വിറകുകളൊക്കെ കൂട്ടിയിട്ടോണ്ടിരിക്കുകയാണ്. നേഹ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോ ഞാൻ മരിച്ചാ പോലും നീ കരയില്ലാന്നല്ലേ പറഞ്ഞേ, നീ ലവ് യു പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തീ കൊളുത്തി ഞാൻ മരിക്കുന്നു പറഞ്ഞ് ആ വിറകിലെല്ലാം അവൻ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്നുണ്ട്. പേടിച്ചു പോയ നേഹയും ഐ ലവ് യു പറയാണ്. അവൾ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് അത് പറഞ്ഞത്. അവൾ അതുകൊണ്ട് തന്നെ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേഹയും വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അവൾ നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവൾ അനുഭവിക്കുന്ന യാതനകളും ഒക്കെ ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നുമുണ്ട്. അന്ന് സ്കൂളിലേക്ക് വന്ന നേഹക്ക് സ്കൂളിലെ ഗൗതമിനെ കണ്ട പോലെ തോന്നാണ്. അവൾ എല്ലായിടത്തും കരഞ്ഞുകൊണ്ട് ഗൗതം ഗൗതം എന്ന് വിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പ്രിയ വന്ന് അവളോട് കാര്യം തിരക്കുന്നുണ്ട്. എന്താണ് നിന്റെ ലൈഫിൽ സംഭവിച്ചത്, എന്നോടൊന്ന് തുറന്നു പറയാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ പ്രിയയോട് പറയുന്നത്. ഈ ഗൗതം ഉണ്ടല്ലോ, ഗൗതം ആരാണെന്ന് വെച്ചാല് ഈ ഒരു അമ്മാവന്റെ മകനായിരുന്നു ഗൗതം. നേഹയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ചെറുപ്പത്തിൽ അമ്മാവൻ നേഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അന്ന് വീട് ചുറ്റി കാണുമ്പോ ഗൗതമാണെന്ന് വെച്ചാൽ ഒരു പാവ പിടിച്ച് അതിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേഹ വന്ന് ആ ഒരു പാവയെ വാങ്ങിക്കൊണ്ടു വരുന്നുണ്ട്. നേഹയെ കണ്ടപാടെ കാർത്തിക്കിന് എന്തോ വല്ലാതെ
ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ നേഹയുടെ പിന്നാലെ പോകുന്നുണ്ട്. നേഹ അമ്മാവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കാർത്തിക്കിനെ കണ്ട അമ്മാവനും ഇത് നേഹയാണെന്നും നിന്റെ മുറപ്പെണ്ണാണ്, വലുതാവുമ്പോ നീ ഇവളെ കല്യാണം കഴിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അതും അവന്റെ മനസ്സിൽ സ്ട്രൈക്ക് ആവാണ്. പിന്നെ അവന് നേഹയെ വല്ലാതെ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. അതും സൈക്കോ തരായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. വലുതായിട്ട് പോലും അവൾ ഒരുമാതിരി നോട്ടങ്ങളൊക്കെയാണ് ഗൗതം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗൗതമിനെ കാണുന്നത് പോലും നേഹക്ക് ഭയങ്കര പേടിയായിരുന്നു. രാത്രി ഉറങ്ങുമ്പോഴെല്ലാം കാർത്തിക് നേഹയുടെ അടുത്ത് വന്ന് കിടക്കായിരുന്നു. അന്ന് രാത്രി ഗൗതം നേഹയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത ദിവസം ഉണ്ടല്ലോ, നേരം വൈകി വന്ന ദിവസം, അന്ന് ഗൗതം അവളോടൊരു കിസ് വയ്ക്കുന്നുണ്ട്. അവളും കെട്ടിപ്പിടിച്ച് അവനെ കിസ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവള് വേഗം പേടിച്ചകത്തേക്ക് കയറാണ്. ആ സമയത്ത് അമ്മാവൻ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഏതോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട്. അമ്മാവൻ പോകുന്നു എന്ന് അറിഞ്ഞതോ അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നീ എന്തിനാ പേടിക്കുന്നേ, കാർത്തിക് ഇവിടെ ഉണ്ടല്ലോ എന്നാണ് അമ്മാവൻ ചോദിക്കുന്നത്. എന്നാൽ അവൾക്ക് കാർത്തികിനെ തന്നെയായിരുന്നു പേടി. അങ്ങനെ അവര് രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. കാർത്തികിനോട് ഫുഡ് കഴിക്കാനായിട്ട് അമ്മാവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ വലിയ ദേഷ്യത്തിലായിരുന്നു. അവന്റെ ഷർട്ടിലെല്ലാം വലിയ കറകളെല്ലാം ഉണ്ടായിരുന്നു. ചോറ് കഴിക്കുന്നതിന്റെ ഇടയിൽ കാർത്തികിന്റെ തെരുപ്പിൽ പോകുന്നുണ്ട്. അവൻ ആ ഒരു പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞു പോവാണ്. ഇത് കണ്ട അമ്മാവനും അവനക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണെന്നും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട്. നേഹക്ക് ഇത് കേട്ട് എന്താണ് പറയേണ്ടത് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രി നേഹ കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് കാർത്തിക് അയച്ചതായിരുന്നു. അത് ഗൗതമിനെ അവള് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, എന്തിനാണ് നേഹ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാനല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നെല്ലാം. ഇത് കണ്ട അവള് വല്ലാതെ പേടിക്കുന്നുണ്ട്. വെള്ളം നോക്കിയിട്ട് അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവള് ഫ്രിഡ്ജിൽ പോയി വെള്ളം കുടിക്കുമ്പോ കാർത്തിക് അവളുടെ പിന്നിൽ വന്ന് നിൽക്കാണ്. എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്നെല്ലാം ചോദിക്കാണ്. ആ സമയം എനിക്ക് ഗൗതമിനെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോ അവൻ വല്ലാതെ ദേഷ്യപ്പെടാണ്. നിന്നെ അവൻ കിസ് ചെയ്തപ്പോ തന്നെ ഞാൻ അവനെ അടിച്ച് പഞ്ചറാക്കിയെന്നും പറഞ്ഞ് അവനോട് സ്റ്റോറി പറയുന്നുണ്ട്. അവൻ മുഖം മറച്ച് ഗൗതമിനെ പോയി അടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട്. 5 സ്റ്റിച്ചോളം അവനക്ക് ഉണ്ടായിരുന്നു. ഇത് കേട്ട നേഹ ആകെ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്നെ തന്നെ കല്യാണം കഴിക്കണമെന്നു, നിനക്ക് ഗൗതമിന്റെ കൂടെ ഓടി പോകാനായിട്ട് പറ്റില്ല, ഞാൻ നിന്നെ നേഹ നേഹാന്ന് വിളിച്ചോണ്ടേ ഇരിക്കും നേരം വെളുക്കുന്നവരെ. അപ്പൊ നീ ഉമ്മെന്ന് വിളി കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അവൻ പുറത്തു പോയിരുന്ന് നേഹ നേഹാന്ന് നേരം വെളുക്കുന്നവരെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അതിന് വിളി കേൾക്കുന്നുമുണ്ട്. ഇപ്പൊ അമ്മാവൻ തിരിച്ചെത്തുമ്പോ നേഹ അമ്മാവന്റെ സൗണ്ട് കേട്ട് അമ്മാവനെ രക്ഷിക്കെന്ന് പറഞ്ഞ് കരയാണ്. അമ്മാവനും വേഗം അകത്തേക്ക് കയറുന്നുണ്ട്. ദേഷ്യത്തിൽ വന്ന കാർത്തിക്കും അമ്മാവന്റെ നേരെ കത്തി ചൂണ്ടിയിട്ട്, നിങ്ങളല്ലേ ഇവളെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞേ, ഇവൾക്ക് ഇപ്പൊ എന്തോ ഗൗതം എന്ന് പറഞ്ഞ പയ്യനെ ഇഷ്ടമാണെന്ന്, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എല്ലാത്തിനെയും കൊല്ലുന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അമ്മാവനും ആകെ പേടിക്കുന്നുണ്ട്. നേഹ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മാവനോട് നേഹ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എനിക്ക് കാർത്തികിനെ ഇഷ്ടമല്ല, ചെറുപ്പം മുതലേ ഞാൻ ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാ അമ്മാവ പറയുന്നത്, നീ അതെല്ലാം മറന്ന് കാർത്തികിനെ കല്യാണം കഴിക്കണം, നീ എന്ന് വെച്ചാൽ അവനക്ക് ജീവനാണ്, നീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ശരിയാകുമെന്നാണ്. ചെറുപ്പത്തിൽ അപ്പൊ നടന്ന ഒരു കാര്യം അമ്മാവൻ ഇപ്പൊ പറയാണ്. ചെറുപ്പത്തിൽ ഒരു ടോയ് വാങ്ങിക്കൊടുക്കാനായി ഗൗതമിനെയും കൂട്ടിക്കൊണ്ട് അമ്മാവൻ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഗൗതം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൊമ്മയാണ് വേണമെന്ന് പറഞ്ഞത്. അച്ഛൻ അത് വാങ്ങിക്കൊടുക്കുന്നുമുണ്ട്. പിന്നീട് ആ ഒരു ബൊമ്മക്ക് ചോറ് വാടിക്കൊടുക്കുക, അതിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുക, ഇതൊക്കെയായി കാർത്തികിന്റെ പ്രശ്നങ്ങള്. ഇത് അമ്മാവൻ കാണുന്നുണ്ട്. പിന്നീട് നേഹ അന്ന് ആ വീട്ടിലേക്ക് വന്നില്ലേ, അതിനുശേഷമാണ് അവൻ ആ ഒരു ബൊമ്മയോട് സംസാരിക്കുന്നത് വരെ നിർത്തിയത്. അവൻക്ക് പിന്നെ നേഹയോടായി ഇഷ്ടം. ഇതെല്ലാം പറഞ്ഞ് നീ അവനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ സങ്കടപ്പെട്ട് നേഹ ഒരു കത്തി എടുത്ത് റൂമിലേക്ക് പോയി സൂയിസൈഡ് ചെയ്ത് മരിക്കാൻ വേണ്ടി അവളുടെ കൈ മുറിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ഹോസ്പിറ്റലിലാവാണ്. ഈ വിവരം അറിഞ്ഞ് പേടിച്ചു പോയ കാർത്തിക് അവിടേക്ക് എത്തുന്നുണ്ട്. അവൻ നേഹയോട് സ്നേഹം എന്നുള്ള രീതിയിൽ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നേഴ്സ് അവനോട് പുറത്തേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നേഴ്സിനെ പോലെ അവൻ തല്ലി ഓടിക്കുകയാണ്. ഡോക്ടർ അവിടേക്ക് വന്നിട്ട് വീണ്ടും അവനോട് പുറത്തേക്ക് പോകാനായിട്ട് പറയാണ്. അവൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ ഒരു ദൈവത്തിന്റെ ഫോട്ടോ കണ്ടതും നേഹ വേഗം സുഖാവണമെന്നും പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഡോക്ടറെയും നേഴ്സിനെയും ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട നേഹക്കും അവൻ എത്രത്തോളം സൈക്കോ ആണെന്ന് മനസ്സിലാക്കി പേടിച്ചു പോയ അവള് ആരും കാണാതെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഗൗതമിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഗൗതമിന്റെ അച്ഛന്റെ എന്തോ ഓപ്പറേഷന് വേണ്ടി അവര് മുംബൈയിലേക്ക് പോയേക്കാണെന്ന് അവൾ അറിയാണ്. ഈ സമയത്ത് കാർത്തിക് അവിടേക്ക് വന്ന് ബലം പ്രയോഗിച്ച് അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ദേഷ്യം വന്ന കാർത്തിക്കും അവന്റെ അച്ഛനെ തന്നെ എടുത്തിട്ട് അടിക്കുകയാണ്. നീ എന്നെ കല്യാണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട നേഹയും കല്യാണത്തിന് സമ്മതിക്കാണ്. ഇങ്ങനെയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് തന്നെ. ഇതെല്ലാം നേഹ അവളുടെ ഫ്രണ്ടിനോട് തുറന്നു പറയാണ്. അന്ന് നേഹ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. കാർത്തിക് അവള് വന്ന പാട് അവന്റെ ഷർട്ട് എല്ലാം ഊരി അവളെ കെട്ടിപ്പിടിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് പോകുമ്പോ കാർത്തികിനെ ഉന്തിയിട്ടുകൊണ്ട് നേഹ ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തിലായി പിടിച്ച്, നീ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം മരിച്ചു പോകുമെന്ന് പറയാണ്. അത് കേട്ട് കാർത്തിക് അവളെ തൊടാതെ മാറിയിരിക്കുന്നുണ്ട്. നേഹ ഇപ്പൊ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക്കും കുടിച്ചോണ്ട് വിഷമം പറയുന്നുണ്ട്. നിന്നെ ഞാൻ എത്രയും സ്നേഹിക്കുന്നുണ്ട്, നിന്നെ തൊടാതെ ഞാൻ എങ്ങനെ ഇരിക്കും
കുടിക്കുന്നൊക്കെ. അങ്ങനെ അവര് രണ്ടോടത്തന്ന് കിടക്കാണ്. നേരം വെളുക്കുന്നുണ്ട്. നേരം വെളുത്ത് വേലക്കാരി മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ. നേഹ അവിടെ ഉണ്ടായിരുന്നില്ല. വേലക്കാരി വന്നപ്പോഴും നേഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വേലക്കാരി പറയുന്നത്. പെട്ടെന്ന് തന്നെ കാർത്തിക്കും എല്ലായിടത്തും പോയി അവളെ അന്വേഷിക്കുന്നുണ്ട്. അവളുടെ സ്കൂളിലേക്ക് എത്തി പ്രിയയെ ഭീഷണിപ്പെടുത്തി നേഹ എന്തേന്ന് ചോദിക്കുന്നുണ്ട് എന്ന് അവൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പ്രിയയുടെ ഫോൺ എടുത്ത് കാർത്തിക് നോക്കുന്നുണ്ട്. നേഹയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതെല്ലാം അവിടുത്തെ സ്റ്റുഡൻസ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് കാർത്തിക് ആ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് എനിക്ക് എന്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണെന്നും അവളോട് ഞാൻ എത്ര അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം എന്ന് കൈകൂപ്പി പറഞ്ഞുകൊണ്ട് നേഹയെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനക്ക് പിന്നെ ഭ്രാന്താവാണ്. അവളില്ലാതെ അവനക്ക് തീരെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. തല തന്നെ ചുമരിലിട്ട് അടിക്കുന്നുണ്ട്. അവനൊരു അപ്പാർട്ട്മെന്റിൽ പോയി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനൊരു ക്ലാസ് വലിച്ചെറിഞ്ഞത് കൊണ്ടാണോ നീ എന്നെ ഇട്ടിട്ട് പോയതെന്നെല്ലാം പെറുപെറുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒരാൾ വന്നിട്ട് അവനോട് പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നേഹയെ കാണാനില്ല എന്ന് പറയുമ്പോ നേഹ ആരാന്ന് അയാൾ ചോദിക്കുകയാണ്. എന്റെ ഭാര്യ നേഹയെ അറിയില്ലെന്ന് ചോദിച്ച് അയാളെ പിടിച്ച് തല്ലാണ്. വഴി കൂടെ പോകുന്നവരെ എല്ലാവരെയും അവൻ പിടിച്ച് തല്ലുന്നുണ്ട്. നേഹ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഈ ഒരു ഫ്ലാറ്റിൽ ഇല്ലാന്ന് അവര് പറയാണ്. അവൻ അപ്പാർട്ട്മെന്റ് മാറി കയറിയേക്കാണ്. അവനോട് സോറിയും പറഞ്ഞ് അവന്റെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് അവൻ പോകുന്നുണ്ട്. പിറ്റേ ദിവസം ബെല്ല് കേട്ട കാർത്തിക് സന്തോഷത്തോടുകൂടി വാതിൽ തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും അത് വേലക്കാരിയായിരുന്നു. വേലക്കാരി നേഹയുടെ സാരി എല്ലാം തോരയിടുന്ന സമയത്ത് കാർത്തികിന് ആ ഒരു സാരി കണ്ടിട്ട് നേഹയുടെ ഓർമ്മ വരാണ്. വേലക്കാരിയെ നേഹയുടെ പോലെ അവനക്ക് തോന്നാണ്. നേഹ ആണെന്നുള്ള രീതിയിൽ ഇത്ര ദിവസമായില്ലേ ഫിസിക്കൽ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ട് ഈ വേലക്കാരിയായിട്ട് ഒന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വേലക്കാരി അപ്പോ സാറിന് എന്നെ ഇത്ര ഇഷ്ടമായിരുന്നോ, എന്തുകൊണ്ട് എന്നോട് പറയാഞ്ഞെന്ന് ചോദിക്കാണ്. ഇത് കേട്ട കാർത്തിക്കിന് ദേഷ്യം വന്നിട്ട് എന്നെന്തിനാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് അവളായിട്ട് തല്ലാണ്. ഈ സമയത്തെല്ലാം നേഹയുടെ സാരി ആയിരുന്നു ആ ഒരു വേലക്കാരി എടുത്തിരുന്നത്. അപ്പൊ പോലും നേഹയോട് മാത്രമാണ് അവൻ ആ ഒരു വൃത്തികേടെല്ലാം കാട്ടിക്കൂട്ടിയതെന്നാണ് അവന്റെ മൈൻഡില്. ദേഷ്യം വന്ന അവനും അവിടെയുള്ള സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിക്കാണ്. അങ്ങനെ അവൻ അലമാരിയിൽ നിന്ന് അവൻ പണ്ട് വർത്താനം പറഞ്ഞിരുന്ന ആ ഒരു ബൊമ്മയെ കിട്ടുന്നുണ്ട്. ആ ബൊമ്മയെ കെട്ടിത്തൂക്കി കത്തി കൊണ്ട് കുത്തി അതിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. നേഹ എന്ന് വിളിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഈ സമയത്ത് നേഹ തിരിച്ചെത്തുന്നുണ്ട്. നേഹ ആയിട്ട് അവൻ അങ്ങനെ വാക്കുതർക്കാവാണ്. എന്റെ സ്നേഹം എന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല, എനിക്ക് ഗൗതമിനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് അവള് പറയാണ്. ഈ ദേഷ്യത്തിൽ അവളുടെ തലക്കിട്ട് അവൻ അടിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ തലയിൽ നിന്നെല്ലാം ചോര വരാണ്. ഒരു ബാത്റൂമിലേക്ക് അവളെ വലിച്ചഴിച്ച് അവൻ കൊണ്ടുപോവാണ്. ഇപ്പൊ നേഹയുടെ ഒച്ചവും ബഹളവും കേട്ടിട്ടാണ് അയൽവക്കത്തുള്ളവര് അത് പോലീസിനെ അറിയിച്ച് പോലീസുകാരിപ്പോ വന്ന് ഗൗതമിനെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോ നേഹയുടെ ഫോട്ടോ അവനക്ക് കിട്ടുന്നുണ്ട്. അത് അവൻ നാവ് കൊണ്ട് നക്കി ഉമ്മ വെക്കുന്നത് കണ്ട പോലീസുകാരൻ ആ ഒരു ഫോട്ടോ വലിച്ചതും കീറി പോകുന്നുണ്ട്. ആ ദേഷ്യത്തില് പോലീസുകാരെ എല്ലാവരെയും അവൻ അടിച്ചിടാണ്. SI വന്നപ്പോഴും അവളെയും അടിച്ചിടുന്നുണ്ട്. അവസാനം എങ്ങനെയൊക്കെ എല്ലാവരും കൂടി അവനെ പിടിച്ചു കെട്ടാണ്. കാർത്തികിനെ കുറിച്ച് എല്ലായിടത്തും പോലീസുകാർ പോയി അന്വേഷിക്കുന്നുണ്ട്. അവന്റെ ഓഫീസിലും വേലക്കാരിയോടും അയൽവക്കക്കാരോടും എല്ലാം അന്വേഷിക്കുകയാണ്. അവരെല്ലാവരും ആ നേഹ എന്ന് പറഞ്ഞ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അവൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്നും ആണ് പറയുന്നത്. അവസാനം കാർത്തികിന്റെ അച്ഛന്റെ അടുത്തേക്ക് അവർ പോകുന്നുണ്ട്. ഇങ്ങനെ മരുമകളെ കാണാനില്ല എന്ന് പറയുമ്പോ ഉറപ്പായും അവനായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവാ. എന്റെ മരുമോൾക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചാണ് അവരെ കല്യാണം നടത്തി കൊടുത്തത്. കല്യാണം കഴിഞ്ഞ അവൻ ശരിയാവുമെന്ന് ഞാൻ കരുതി. എന്റെ തെറ്റാണെന്നെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു പ്രൂഫ് എല്ലാം കോടതിയില് SI സബ്മിറ്റ് ചെയ്യാണ്. കാർത്തിക് അപ്പാർട്ട്മെന്റിൽ തല്ലിയതും പോലീസ് സ്റ്റേഷനിൽ തല്ലിയതെല്ലാം കാട്ടിക്കൊടുക്കാണ്. ഇവൻ മെന്റലി എഫക്റ്റഡ് ആണെന്ന് അറിഞ്ഞ ജഡ്ജും ഇവൻക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാർത്തിക് മെന്റൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവനെ കാണാനായിട്ട് SI വരുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് നമുക്ക് റിവീൽ ചെയ്യുന്നത്. കാർത്തികിനോട് നേഹ മരിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ പിന്നെ നേഹ എവിടെ? സംഭവം എന്താന്ന് വെച്ചാൽ അന്ന് സ്കൂളിൽ ഗൗതമിനെ നേഹ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി ഗൗതം അവിടെ ഉണ്ടായിരുന്നു. അവൻ നേഹ എങ്ങനെയുണ്ട്, സുഖമായിട്ട് ജീവിക്കാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നേഹ അപ്പോ ഞാൻ ഒരിക്കലും സുഖമായിട്ടല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ കഥകളെല്ലാം അന്ന് ഗൗതമിനോട് കൂടിയാണ് അവള് പറഞ്ഞിരുന്നത്. കൂടെ ഈ ഒരു SIയും കൂടി ഉണ്ടായിരുന്നു. SI ശരിക്കും ഗൗതമിന്റെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ ഇവളുടെ അവസ്ഥ അറിഞ്ഞ ആ ഒരു SI ആണ് അവളോട് ഒരാഴ്ച മാറി നിൽക്കാനായിട്ട് പറഞ്ഞത്. ഒരാഴ്ച അവള് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവനക്ക് ഭ്രാന്താകുമെന്ന് അവർക്ക് അറിയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോ മനഃപൂർവ്വം അവള് തല്ലുണ്ടാക്കി തലക്കടി വാങ്ങിയതാണ്. അവൻ കുടിച്ച് മയങ്ങി കിടക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള പ്രിയ വന്ന് നേഹയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാണ് ചെയ്തത്. അവളെ സേഫ് ആയിട്ട് ഇപ്പൊ ഗൗതമിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു സീന് ഈ പോലീസുകാരെ ക്രിയേറ്റ് ചെയ്തത്. അച്ഛനോട് പോയി ചോദിച്ച് തെളിവുണ്ടാക്കി കോടതിയിൽ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് എനിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതും. ഇപ്പൊ നേഹ സന്തോഷമായിട്ട് ഗൗതമിന്റെ കൂടെ ജീവിക്കുന്നത് കാർത്തിക്കിന് ഈ SI കാട്ടിക്കൊടുക്കുന്നുണ്ട്. പിടിച്ചു വാങ്ങുന്നത് ഒട്ടും സ്നേഹമല്ലാന്നും ഇഷ്ടപ്പെട്ടു തരുന്നത് മാത്രമാണ് സ്നേഹം എന്നും പറഞ്ഞ ഒരു SI അവിടെ നിന്ന് പോവാണ്. ഇപ്പോഴെങ്കിലും കാർത്തിക് മാറിയൊന്ന് നോക്കിയാല് അവൻക്ക് താഴെ നിന്നൊരു ബൊമ്മ കിട്ടുന്നുണ്ട്. ആ ഒരു ബൊമ്മയെ നോക്കിക്കൊണ്ട് അവൻ നേഹ എന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ ഒരു ഭ്രാന്ത് മാറിയിട്ടില്ല എന്നുള്ള ഒരു എൻഡിങ്ങോട് കൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്